അനന്തകൃഷ്ണനെതിരെ കോഴിക്കോടും കേസുണ്ട് എന്നതാണ് മറ്റൊരു വിവരം. നടക്കാവ് പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അവയർ എക്കോ ട്രസ്റ്റ് മുഖേന 72 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് വിവരം. അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഇതാണ് അതായത് പലതരത്തിലുള്ള ട്രസ്റ്റുകൾ, ഈ ട്രസ്റ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് അനന്തു നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രസ്റ്റുകൾ മുഖേനയാണ് പലപ്പോഴും CSR ഫണ്ട് വരാറുള്ളത്. അങ്ങനെയാണ് പലപ്പോഴും കമ്പനികൾ അവരുടെ CSR ഫണ്ട് ചെലവാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഏത് നിലയിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതിക്കാരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴാണ് ഈ അപേക്ഷ നൽകിയത്, എത്ര രൂപയാണ് അവരിൽ നിന്ന് വാങ്ങിയത്, ഇതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ അനീഷ്? അഭിലാഷ്, സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നടന്നതിന് സമാനമായ രീതിയിലുള്ളൊരു തട്ടിപ്പ് തന്നെയാണ് കോഴിക്കോടും നടന്നിരിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളാണ്, അല്ലെങ്കിൽ 2 പരാതികളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. 2 പരാതികളിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒന്ന്, ഈ നടക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവയർ എക്കോ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് മാനേജർ അരുൺ നൽകിയിരിക്കുന്ന പരാതിയാണ്. ഈ പരാതിയിൽ പറഞ്ഞ പ്രകാരം 72 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനം വഴി, ഈ NGO വഴി അനന്തകൃഷ്ണന് നൽകിയിരിക്കുന്നത്. 98 വനിതകൾക്ക് സ്കൂട്ടർ നൽകാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു പണപ്പിരിവ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ കുറച്ച് വനിതകൾക്ക് ഈ സ്കൂട്ടറുകൾ ലഭ്യമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ്യത വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ ഈ സ്കൂട്ടർ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, കോഴിക്കോട് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സംഘടന മുഖേന 2,45 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് അതിന്റെ കോർഡിനേറ്റർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. 363 ഇരുചക്ര വാഹനങ്ങൾ, 22 ലാപ്ടോപ്പുകൾ, 36 മൊബൈൽ ഫോൺ എന്നിവയ്ക്കായാണ് വനിതകളിൽ നിന്നും പണപ്പിരിവ് നടത്തിയത്. ഈ EDS എന്ന സൊസൈറ്റി നേരത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നില്ല, വനിതാ സംരംഭക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. പക്ഷേ ഈ ആളുകളിൽ നിന്നും കൂടുതൽ ഒരു സമ്മർദ്ദം ഈ സംഘടനയ്ക്ക് നേരെ ഉണ്ടാവുകയാണ്. മറ്റിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, സ്കൂട്ടർ എന്നിവ ലഭിക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു പ്രേരണ പുറത്തുനിന്ന് ലഭിക്കുകയും പിന്നീട് അനന്തകൃഷ്ണൻ ഇവരെ സമീപിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ ഏജൻസി ഇതിൽ ഇടപെട്ടതെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മറ്റ് നഗരത്തിലെ ഏജൻസികളും ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. കൂടുതൽ പരാതികൾ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസിന് ലഭിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പണപ്പിരിവ് അനീഷ് ഒന്ന് തുടരുക. ഇപ്പോൾ